എല്ലാവർക്കും നമസ്കാരം. ദൈവത്തിൻ്റെ വചനത്തിൽ മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 7-ാം അധ്യായം 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനെല്ലാം പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനാകുന്നു. മൺമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ഈ വീടുമേൽ അലച്ചു. എന്നാൽ അത് പാറമേൽ വീട് പണിതതാകിയാൽ ആ വീട് വീണില്ല. എന്നാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനെല്ലാം മണലിന്മേൽ വീണ് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. മൺമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീടുമേൽ അലച്ചു, ആ വീട് വീണു, അതിൻ്റെ വീഴ്ച വലിയതാകുന്നു. തൻ്റെ വചനങ്ങളെ കേട്ട് അതനുസരിക്കുന്നവൻ്റെ ജീവിതം വിജയകരമായിരിക്കും. അതേത് പ്രതിസന്ധികളെയും അതിജീവിക്കുവാൻ തക്കവണ്ണം അത് കരുത്തുള്ളതായിരിക്കുമെന്നാണ് കർത്താവ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഈ വചനത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് തന്നെ അനുഗമിച്ച, തന്നെ വിശ്വസിച്ച ജനത്തോട് കർത്താവ് ദൈവരാജ്യത്തെക്കുറിച്ചും ദൈവരാജ്യത്തിൽ എങ്ങനെ കടക്കാമെന്നതിനെക്കുറിച്ചും പഠിപ്പിക്കുന്നതാണ് ഈ വചനത്തിന്റെ പശ്ചാത്തലം. അതുവരെയും ന്യായപ്രമാണപ്രകാരം ജീവിച്ച, ന്യായപ്രമാണത്തിന്റെ കാഴ്ചപ്പാടിലൂടെ ജീവിച്ച ഒരു ജനത്തിന്റെ മധ്യത്തിലേക്ക് ദൈവം തന്നെ പുത്രനെ അയച്ചിട്ട് ദൈവരാജ്യത്തെക്കുറിച്ചും ദൈവരാജ്യത്തിലെ നിയമങ്ങളെക്കുറിച്ചും പഠിപ്പിക്കുന്നതാണ് മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ. ഇവിടെ കർത്താവ് പഠിപ്പിക്കുന്നത് തൻ്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനെല്ലാം, കർത്താവിൻ്റെ സുവിശേഷത്തെ അനുസരിക്കുന്നവനെല്ലാം പാറമേൽ വീണ് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു എന്ന്. അങ്ങനെ ബുദ്ധിയുള്ള, കരുത്തുള്ള ഒരു ജീവിതം നയിക്കുവാൻ ദൈവത്തിൻ്റെ വചനം, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം അനുസരിക്കുന്നവന് സാധിക്കുമെന്ന് കർത്താവ് അവിടെ പഠിപ്പിക്കുന്നു. എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ ചിലർ ദൈവത്തിൻ്റെ വചനം കേട്ടത് അനുസരിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവർ ദൈവത്തിന് നന്ദി പറയുക. നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ആയിരിക്കുക. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് മാറിപ്പോകാതിരിക്കുവാൻ തക്കവണ്ണം വളരെ ശ്രദ്ധയോടെ ആയിരിക്കുക. ചില ആളുകൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നുണ്ട്, വചനം കേട്ടവരാണ്, ഒരു പരിധിവരെയും ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നവരാണ്. എന്നാൽ ചില പ്രതിസന്ധികളിന്മേൽ വീണു പോകുന്നവരാണ്. എന്നാൽ അങ്ങനെ വീണു പോകാതിരിക്കുക. നിങ്ങളുടെ ശത്രുവായ സാത്താന്റെ വിജയാരവം നിങ്ങളുടെ മേൽ മുഴങ്ങാതിരിക്കുവാൻ തക്കവണ്ണം നിങ്ങൾ ശ്രദ്ധയോടെ ദൈവത്തിന്റെ വചനത്തെ ഉറച്ചു നിൽക്കുക. കുറച്ചാളുകൾ ഈ ദൈവത്തിന്റെ വചനത്തിന്റെ അനുസരണത്തിലേക്ക് നിങ്ങൾ കടന്നു വന്നിട്ടില്ല എങ്കിൽ ദയവായി നിങ്ങൾ ദൈവത്തിന്റെ വചനത്തിന്റെ അനുസരണത്തിലേക്ക് കടന്നു വരിക. കാരണം ഒരു 50-60 വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിന്റെ വചനം ഇത്ര സുലഭമല്ലായിരുന്നു. എന്നാൽ ഇന്ന് ദൈവത്തിന്റെ വചനം വളരെ സുലഭമാണ്. നമ്മുടെ മൊബൈലിൽ പോലും ദൈവത്തിന്റെ വചനം അല്ലെങ്കിൽ ബൈബിൾ വായിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ഇത്ര സുലഭമായി ദൈവം തന്റെ വചനത്തെ നമുക്ക് നൽകിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ ജീവിതത്തെ ശക്തിയോടെ, ബലത്തോടെ, അതിവിജയകരമായി പൂർത്തിയാക്കുവാൻ തക്കവണ്ണം കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തെ അനുസരിക്കുവാൻ നിങ്ങളെ ഓർപ്പിച്ചുകൊണ്ട്, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തിയുമാണ് എന്നാണ് അപ്പോസ്തലൻ സഭയെ ഓർപ്പിക്കുന്നത്. ആ ശക്തിയേറിയ തിരുവചനങ്ങളെ അറിയുവാനും അനുഭവിക്കുവാനും ദൈവം നിങ്ങളെയും എന്നെയും കൂടുതലായി ശക്തീകരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.